നമസ്കാരം. KTCയുടെ 14ാമത്തെ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ട്രഷറി ഓഫീസർ താൻ പണം കൊടുക്കുന്ന ഓരോ ബില്ലിലെയും ക്ലെയിം സാധുതയുള്ളതാണെന്നും ആരെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതാണെന്നും ഉറപ്പുവരുത്തണം. The bill and other document prescribed in treasury for payment. അതായത് ട്രഷറി ഓഫീസർ ഒരു പണം കൊടുക്കുന്നു, ഓരോ ബില്ലും ക്ലെയിം ചെയ്യുന്ന പണം കൊടുക്കുന്നു, അത് സാധുതയുള്ളതാണ്, വാലിഡ് ആണ് എന്ന് ട്രഷറി ഓഫീസർക്ക് ബോധ്യപ്പെടുത്തേണ്ടത് മറ്റൊരാളെ ആരെ ബോധ്യപ്പെടുത്തണം എന്നാണ്. ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണെന്ന് ട്രഷറി ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്. ആരെ ബോധ്യപ്പെടുത്തണം ഇക്കാര്യം? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിനെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ബോധ്യപ്പെടുത്താൻ തക്കവണ്ണമായിരിക്കണം ട്രഷറി ഓഫീസർ ക്യാഷ് കൊടുക്കേണ്ടത്. അപ്പൊ ക്ലെയിമിന്റെ സാധുത, ഓരോ ബില്ലിലും വരുന്ന ക്ലെയിമിന്റെ സാധുത ബോധ്യപ്പെടുത്തേണ്ടത് ആരെയാണ്? അക്കൗണ്ടന്റ് ജനറലിനെയാണ്. അടുത്ത ചോദ്യം, പേയ്മെന്റിന് ട്രഷറിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള ബില്ലും മറ്റ് രേഖകളും സ്വീകരിക്കുകയും അനുവദിക്കുകയും ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം. അതായത് പണം കൊടുക്കാൻ വേണ്ടി ട്രഷറിയിൽ ബില്ല് കൊടുക്കും. ദ ബിൽ ആൻഡ് അതർ ഡോക്യുമെന്റ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ട്രഷറി ഫോർ പേയ്മെന്റ് ഷാൽ ബി റിസീവ്ഡ് ആൻഡ് സാങ്ഷൻഡ് ബൈ. അപ്പോൾ സ്വീകരിക്കുന്നതും അനുവദിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആരാണ് എന്നാണ് ചോദ്യം. ട്രഷറി ഓഫീസർ ആണ് ശരിക്കും ഒപ്പിടുന്നത്, എങ്കിൽ പോലും ആ ബില്ല് സ്വീകരിക്കുന്നത്, അതിന്റെ ചെക്ക് ചെയ്ത് അത് അനുവദിക്കുന്നത് യഥാർത്ഥത്തിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഉത്തരം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ഇനി അടുത്ത ചോദ്യം, മുൻകൂർ ഓഡിറ്റ് ബില്ലിൽ അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാര കാലയളവ് എത്രയാണ്? ദ പ്രീ ഓഡിറ്റ് ബില്ല് എന്ന് പറയും മുൻകൂർ ഓഡിറ്റ് ബില്ല്. അതിൽ അക്കൗണ്ടന്റ് ജനറലിന്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കാലയളവ് അതെല്ലാം 3 മാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ബാക്കി എല്ലാത്തിനും മിക്കവാറും കേസുകളിൽ 3 months ആണ്. ഇവിടെ പ്രീ ഓഡിറ്റ് ബില്ലിന്റെയും ആ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 മാസം. എപ്പം മുതൽ? ദ പീരീഡ് ഓഫ് ഓതറൈസേഷൻ, ആ ഓതറൈസേഷന്റെ ഡേറ്റ് മുതൽ 3 മാസം. അടുത്ത ചോദ്യം, ഒരു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിന് കിട്ടിയ നിരന്തദ്രവ്യ ഏണസ്റ്റ് മണി ഭാഗികമായി തിരികെ നൽകാൻ ട്രഷറിക്ക് ചെക്ക് നൽകുന്നു. ഈ നടപടി ശരിയാണോ എന്നാണ് ചോദ്യം. ഒരു ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അദ്ദേഹത്തിന് കിട്ടിയ നിരന്തദ്രവ്യം ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് അത് ഭാഗികമായി, മുഴുവനല്ല, ഭാഗികമായിട്ട് തിരികെ നൽകാൻ വേണ്ടി ട്രഷറിക്ക് ചെക്ക് നൽകുന്നു. ഇത് ശരിയാണോ എന്നാണ്. എന്താണ് നിരന്തദ്രവ്യം? ഒരു ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടി കെട്ടിവെക്കുന്ന തുകയാണ് നിരന്തദ്രവ്യം. അതിന് ഏണസ്റ്റ് മണി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം ഇതാണ്, ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഭാഗികമായി തിരികെ നൽകാൻ പാടില്ല, മുഴുവനായിട്ടും തിരികെ നൽകണം. ഭാഗികമായിട്ട് ചെയ്തതാണ് ഇവിടെ തെറ്റ്. അത് ഫോറസ്റ്റ് ഡിവിഷണൽ ഓഫീസറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണമായി നൽകണം എന്നതാണ് കറക്റ്റ് ആൻസർ. ഭാഗികമായിട്ട് EMD, ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ്, നിരന്തദ്രവ്യം ഭാഗികമായിട്ട് തിരികെ നൽകാൻ പാടില്ല. അടുത്ത ചോദ്യം, ഒരു ട്രഷറി ഓഫീസർ കൂടുതൽ പരിശോധനകൾ ഒന്നും കൂടാതെ AGയുടെ ഓഫീസ് പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു പേയ്മെന്റ് നടത്തുന്നു. ഇത് ശരിയാണോ? AG ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, വേറെ ഒന്നും നോക്കിയില്ല, ട്രഷറി ഓഫീസർ ഒരു പേയ്മെന്റ് അങ്ങ് നടത്തി. അത് ശരിയാണോ എന്ന് AGയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല എന്നുള്ളതാണ് ഉത്തരം. സാധാരണ പോലെ ട്രഷറി ഓഫീസർ ഈ ബില്ല് AGയുടെ ഉത്തരവ് ഉണ്ടെങ്കിലും അത് പരിശോധിക്കണം. കൂടാതെ AG നൽകിയ ഒപ്പിടുന്ന ഉദ്യോഗസ്ഥന്റെ മാതൃകാ ഒപ്പ് AG നൽകിയിട്ടുണ്ടാവും. ആ ഒപ്പ് ഉപയോഗിച്ച് ആ ഉത്തരവിലെ ഒപ്പും പരിശോധിക്കണം. അടുത്ത ചോദ്യം, ട്രഷറിയിൽ സമർപ്പിക്കപ്പെട്ട ബില്ലിലുണ്ടായ ഒബ്ജക്ഷൻസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ ട്രഷറിയിൽ സമർപ്പിച്ച ഒരു ബില്ലിൽ ഒരു ഒബ്ജക്ഷൻ ഉണ്ടായി, അങ്ങനെയെങ്കിൽ അതിന്റെ ഉത്തരം അത് എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്നാണ് ബില്ല് സമർപ്പിച്ചവരെ. അപ്പോൾ ഉത്തരം ഇൻ ദ ഫോം പ്രിസ്ക്രൈബ്ഡ്, നിർദ്ദിഷ്ട ഫോറം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോറം ഉണ്ട്, ആ ഫോമിൽ തന്നെ അറിയിക്കണം. അടുത്ത ചോദ്യം, കോടതികളിൽ നിന്ന് ലഭിക്കുന്ന പ്രോഹിബിറ്ററി ഓർഡറുകളുടെ വിശദാംശങ്ങളും അദ്ദേഹം ഇതിൽ നടത്തിയ റിക്കവറികളും രേഖപ്പെടുത്തുന്നതിനുള്ള രജിസ്റ്ററിന്റെ ഫോറം എത്രയാണ്?
അത് കേരള ഫിനാൻഷ്യൽ കോഡ് ഫോറമാണ്. KFC ഫോം 4A ആണ് ഉത്തരം. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥൻ റിക്കവറി ഒഴിവാക്കാൻ ശമ്പളം ക്ലെയിം ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നാൽ കൺട്രോളിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, റിക്കവറി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ശമ്പളം ക്ലെയിം ചെയ്തില്ല, അങ്ങനെ വിട്ടുനിന്നാല് കൺട്രോളിംഗ് ഓഫീസർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരം, ഉദ്യോഗസ്ഥന്റെ ശമ്പളം എടുത്ത് കോടതിയിൽ അടയ്ക്കാം. കൺട്രോളിംഗ് ഓഫീസർക്ക് അതിനുള്ള പവർ ഉണ്ട്. ആ ശമ്പളം ട്രഷറിയിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഈ കൺട്രോളിംഗ് ഓഫീസർക്ക് കോടതിയിൽ അടയ്ക്കാം. അടുത്ത ചോദ്യം, KSR ബാധകമല്ലാത്ത ഉദ്യോഗസ്ഥരുടെയും പുനർനിയമനം ലഭിച്ച പെൻഷൻകാരുടെയും അവസാന ശമ്പളം എങ്ങനെ വിതരണം ചെയ്യും? നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, KSR ബാധകമല്ലാത്ത ഉദ്യോഗസ്ഥരായാലും പുനർനിയമനം ലഭിച്ച പെൻഷൻകാരായാലും ശരി, അവരുടെ ലാസ്റ്റ് പേ ആൻഡ് അലവൻസ് എങ്ങനെ വിതരണം ചെയ്യും? അത് ആ ക്ലെയിം, ലാസ്റ്റ് സാലറി ആൻഡ് അലവൻസ് അക്കൗണ്ടന്റ് ജനറൽ പ്രത്യേകമായി പരിശോധിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എല്ലാവരുടെയും അല്ല കേട്ടോ, ഈ KSR ബാധക അല്ലാത്തവരുടെയും പുനർനിയമനം ലഭിച്ച പെൻഷൻകാരുടെയൊക്കെ അവസാന ശമ്പളത്തിനാണ് ഇത് ബാധകമാണ്. അടുത്ത ചോദ്യം, കാലഹരണപ്പെട്ട ക്യാഷ് ഓർഡറിന്റെ പേയ്മെന്റിന് വ്യവസ്ഥ ചെയ്തിരിക്കുന്ന നടപടിക്രമം എന്താണ്? ലാപ്സ്ഡ് ക്യാഷ് ഓർഡർ, അതിന്റെ പേയ്മെന്റ് എങ്ങനെ കിട്ടും? ഒരു ക്യാഷ് ഓർഡർ ലാപ്സ് ആയിപ്പോയി, അത് 3 months ശേഷമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിന്റെ ഒരു ചോദ്യം കൂടെ, പേയ്മെന്റ് പണമായോ പുതിയ ക്യാഷ് ഓർഡർ വഴിയോ ലഭിക്കുമോ? ഉത്തരം, ലാപ്സ്ഡ് ക്യാഷ് ഓർഡർ ട്രഷറിക്ക് കൈമാറണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. നമുക്ക് ഈ ലാപ്സ് ആയിരിക്കുന്ന കാലഹരണപ്പെട്ട ക്യാഷ് ഓർഡർ ട്രഷറിക്ക് കൈമാറണം. ട്രഷറി ഓഫീസർ അത് ഒരു വൗച്ചറായി പരിഗണിച്ച് തുക പണമായോ പുതിയ ക്യാഷ് ഓർഡറായോ നൽകാം. അപ്പോൾ ഈ ലാപ്സ്ഡ് ക്യാഷ് ഓർഡർ ട്രഷറി ഓഫീസർ ഒരു വൗച്ചറായിട്ട് പരിഗണിക്കാം. അങ്ങനെയെങ്കിൽ അതിന് ഒന്നുകിൽ അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പണമായിട്ട് നൽകാം, അല്ലെങ്കിൽ പുതിയൊരു ക്യാഷ് ഓർഡറായിട്ട് നൽകാം. അടുത്ത ചോദ്യം, ട്രഷറി കോഡിലെ നിർദ്ദിഷ്ട നടപടിക്രമം പാലിച്ചതിന് ശേഷം നഷ്ടപ്പെട്ട ക്യാഷ് ഓർഡറിന് പകരമായി നൽകിയ ഡ്യൂപ്ലിക്കേറ്റ് ക്യാഷ് ഓർഡറിന്റെ കാലയളവ് എത്രയാണ്? ഒരു ക്യാഷ് ഓർഡർ നഷ്ടപ്പെട്ടു, അപ്പൊ ട്രഷറി കോഡിൽ പറഞ്ഞത് പ്രകാരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്യാഷ് ഓർഡർ കൊടുത്തു, അതിന്റെ കാലയളവ് എത്രയാണെന്നാണ്. 3 മാസമാണ്. പക്ഷേ ഈ 3 മാസം ഒന്നും ഇവിടെ പറഞ്ഞാൽ പോരാ. ഫ്രം ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് അതായത് ഒറിജിനൽ ക്യാഷ് ഓർഡർ, ഇപ്പൊ നഷ്ടപ്പെട്ടു പോയ നേരത്തെ വിതരണം ചെയ്ത ഒറിജിനൽ ക്യാഷ് ഓർഡറിന്റെ ഡേറ്റ് മുതൽ 3 മാസം വരെ ഈ ഡ്യൂപ്ലിക്കേറ്റിന് കാലാവധി ഉള്ളൂ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തതിന് ശേഷം 3 അല്ല, ആ ഒറിജിനൽ നേരത്തെ ക്യാഷ് ഓർഡർ കൊടുത്ത ഡേറ്റിന് ശേഷം 3 മാസം. അടുത്ത ചോദ്യം, ട്രഷറി ഓഫീസർ സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നതിന് മുമ്പ് ഉത്തരവ് ഹാജരാക്കുന്ന വ്യക്തിയിൽ നിന്ന് ഓർഡറിന്റെ പുറകുവശത്ത് അക്നോളജ്മെന്റ് റെസീറ്റ് വാങ്ങേണ്ടതാണ്. ഏത് നിയമത്തിലാണ് ഇത്, ഏത് റൂളിലാണ് ഇത് പറയുന്നത്? കേൾക്കുക, സിവിൽ കോടതി ഡിപ്പോസിറ്റ് തിരികെ നൽകുമ്പോൾ ആ ഉത്തരവ്, സിവിൽ കോടതി ഉത്തരവ് ഹാജരാക്കുന്ന വ്യക്തിയിൽ നിന്ന് ആ ഉത്തരവിന്റെ പുറകുവശത്ത് അക്നോളജ്മെന്റ് റെസീറ്റ് വാങ്ങണം. അത് ഏത് റൂളിലാണ് പറയുന്നത്? റൂൾ 219 KTC വോളിയം 1 ആണ്. ഇനി വൗച്ചറുകളിൽ സ്റ്റാമ്പുകൾ ഒട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ സ്റ്റാമ്പുകൾക്കായിട്ട് വൗച്ചറുകൾ മോഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ ട്രഷറി ഓഫീസർ എന്ത് ചെയ്യണം? ഇത് ഓഫീസ് പ്രൊസീജിയറിൽ പറയുന്ന കാര്യമാണ്. അങ്ങനെ സ്റ്റാമ്പുകൾ എപ്പോഴും നമ്മൾ വൗച്ചറുകളിലെ സ്റ്റാമ്പുകൾ പുനരുപയോഗിക്കാൻ പറ്റാത്തതുപോലെ ആക്കണം, വികൃതമാക്കുക എന്ന് പറയും. ഇംഗ്ലീഷിൽ ഡീഫേസ് ചെയ്യുക എന്ന് പറയും. സ്റ്റാമ്പുകൾ, അത്തരത്തിലുള്ള സ്റ്റാമ്പുകൾ ഒരു ക്രോസ് ചെയ്തിട്ടോ അല്ലാതെയോ മറ്റോ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തതാക്കണം. അത്തരത്തിലുള്ള സ്റ്റാമ്പുകൾ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഡീഫേസ് ചെയ്യണം എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, ഏത് റൂൾ പ്രകാരമാണ് വൗച്ചറുകളിലെ സ്റ്റാമ്പുകൾ ട്രഷറി ഓഫീസർ ഡീഫേസ് ചെയ്യണമെന്ന് പറയുന്നത്? അതായത് സ്റ്റാമ്പുകൾ കിട്ടാൻ വേണ്ടി വൗച്ചർ മോഷ്ടിക്കുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് ഏതാണ് റൂള് അത് പറയുന്നത്? റൂൾ 220 KTC വോളിയം 1 ആണ്. അടുത്ത ചോദ്യം, വെൻ എ ബിൽ ഓർ അതർ ഡോക്യുമെന്റ് ഈസ് പെയ്ഡ് വോളി ബൈ ട്രാൻസ്ഫർ, ഒരു ബില്ലോ മറ്റു രേഖകളോ കൈമാറ്റം വഴി, ട്രാൻസ്ഫർ വഴി പൂർണ്ണമായും അടയ്ക്കുമ്പോൾ അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്? അതിങ്ങനെയാണ്, ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് ട്രാൻസ്ഫർ ക്രെഡിറ്റ് വഴിയുള്ള പേയ്മെന്റ് ആയിട്ട് അവിടെ ട്രഷറിയിൽ രേഖപ്പെടുത്തണം. ഇപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ?
വേറൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് അടയ്ക്കുകയാണ് ഈ പണം. അപ്പോൾ അത് പണമായിട്ട് അളിക്കുന്ന ട്രാൻസ്ഫർ ആക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ട്രഷറിയിൽ എന്ത് രേഖപ്പെടുത്തണം? ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ട്രാൻസ്ഫർ ക്രെഡിറ്റ് വഴിയുള്ള പേയ്മെന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തണം. ഇനി അടുത്ത ചോദ്യം, എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് മീൻസ്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉത്തരം, പേയ്മെന്റ് ടു അനദർ ഹെഡ് ഓഫ് അക്കൗണ്ട്. മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. ബ്ലാങ്ക് ട്രഷറി ബിൽ ബുക്കുകൾ ഇരട്ട പൂട്ടിൽ സൂക്ഷിക്കേണ്ടതാണ്. ഡബിൾ ലോക്ക് സിസ്റ്റത്തിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ട്രഷറി ബിൽ ബുക്കുകൾ സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയുന്ന റൂൾ ഏതാണ്? നോട്ട് 2, നോട്ട് 11 മുതൽ റൂൾ 223. റൂൾ 223 നോട്ട് 11 മുതൽ ആണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അടുത്ത ചോദ്യം, ട്രഷറി ബിൽ ബുക്കിന്റെ, ഞാൻ ട്രഷറി ബിൽ ബുക്ക് ഒരു പരിധി വരെ അപ്രസക്തമായെങ്കിലും അക്കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ചോദ്യത്തിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ട്രഷറി ബിൽ ബുക്കിന്റെ ശരിയായ പരിപാലനത്തിനും സുരക്ഷിതമായ സംരക്ഷണത്തിനും വ്യക്തിപരമായി ആരാണ് ഉത്തരവാദി? അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുമല്ലോ ട്രഷറി ബിൽ ബുക്ക്, അപ്പൊ അത് ഡ്രോയിങ് ഓഫീസറാണ്. ആ സ്ഥാപനത്തിലെ ഡ്രോയിങ് ഓഫീസറാണ് അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം. ഏത്? ട്രഷറി ബിൽ ബുക്ക് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം. അടുത്ത ചോദ്യം, ഒരു ഗവൺമെന്റ് ഓഫീസിലെ ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയാൽ ഡ്രോയിങ് ഓഫീസർ ഇക്കാര്യം ആരെ അറിയിക്കണം? ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെട്ടാൽ ട്രഷറി ഓഫീസറെ അറിയിക്കണം. ട്രഷറി ബിൽ ബുക്കിന്റെ ഫോറിൻ നമ്പർ എത്രയാണ്? TR 74. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, സെൽഫ് ഡ്രോയിങ് ഓഫീസർമാരുടെ TA ബില്ലുകൾ സാധാരണഗതിയിൽ, അതായത് സെൽഫ് ഡ്രോയിങ് ഓഫീസർമാരുടെ TA ബില്ല്, വേറെ ബില്ലുകളല്ല, TA ബില്ലുകള് സാധാരണഗതിയിൽ എന്താ ഉത്തരം? ട്രഷറി ബിൽ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതില്ല. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ട്രഷറി ബിൽ ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതില്ലാത്ത ഒരു ബില്ലാണ് TA ബില്ല്, സെൽഫ് ഡ്രോയിങ് ഓഫീസർമാർ. അടുത്ത ചോദ്യം, ട്രഷറി ബിൽ ബുക്കിലെ കോളം 6 എന്താണ്? ട്രഷറി ബിൽ ബുക്ക് 10-13 കോളം ഉള്ളതാണ്. അതിലെ 6ാമത്തെ കോളം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഉത്തരം, ഡേറ്റർ സിഗ്നേച്ചർ ഓഫ് ഡ്രോയിങ് ഓഫീസർ. ഡ്രോയിങ് ഓഫീസറുടെ ഡേറ്റഡ് സിഗ്നേച്ചർ ആണ് ട്രഷറി ബിൽ ബുക്കിലെ 6ാം കോളത്തിൽ ഇടേണ്ടത്. അടുത്ത ചോദ്യം, ഹൗ മെനി ട്രഷറി ബിൽ ബുക്ക് ഈസ് നോർമലി മെയിൻറ്റെയിൻഡ് ബൈ ഡ്രോയിങ് ഓഫീസർ? ഒരു ഡ്രോയിങ് ഓഫീസർ എത്ര ട്രഷറി ബിൽ ബുക്കാണ് സാധാരണഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഉത്തരം 1. അടുത്ത ചോദ്യം, ഹു ഈസ് ദ കസ്റ്റോഡിയൻ ഓഫ് ട്രഷറി ബിൽ ബുക്ക്? DDO ആണ്. ട്രഷറി ബിൽ ബുക്കിന്റെ കസ്റ്റോഡിയൻ ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ ആണ്. അടുത്ത ചോദ്യം, എ ട്രഷറി ബിൽ ബുക്ക് ഈസ് യൂസ്ഡ് ടിൽ ദ എൻഡ് ഓഫ്. ഒരു ട്രഷറി ബിൽ ബുക്ക് എത്ര കാലം ഉപയോഗിക്കണം? 1 വർഷത്തേക്കാണ്. അത് എപ്പം വരെ? ടിൽ ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരെ സൂക്ഷിക്കുക. അതായത് മാർച്ച് 31 വരെ സൂക്ഷിക്കണം. അടുത്ത ചോദ്യം, ദ ട്രഷറി ബിൽ ബുക്ക് ഷാൽ ബി പ്രസന്റഡ് ടു ട്രഷറി. ഏതിനോടൊപ്പമാണ് ട്രഷറി ബിൽ ബുക്ക് ട്രഷറിയിൽ സമർപ്പിക്കേണ്ടത്? ഓരോ ബില്ലിനോടൊപ്പവും ആണ് ഉത്തരം. ഓരോ ബില്ലിനോടൊപ്പവും ട്രഷറി ബിൽ ബുക്ക് ട്രഷറിയിൽ സമർപ്പിച്ചിരിക്കണം. അടുത്ത ചോദ്യം, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ എൻട്രീസ് ഇൻ കോളം 11 ഓഫ് TR 74 ട്രഷറി ബിൽ ബുക്ക്? ട്രഷറി ബിൽ ബുക്കിലെ കോളം നമ്പർ 11 എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് അവിടെ? അത് ആർക്കാണ് ആ കോളത്തിന്റെ ഉത്തരവാദിത്തം? ആ കോളത്തിന്റെ ഉത്തരവാദിത്തം ട്രഷറി ഓഫീസർക്കാണ്. അത് സാങ്ഷൻ ചെയ്ത ബില്ല് ഒപ്പിടുന്നതാണായിരുന്നു. അടുത്ത ചോദ്യം, ട്രഷറി ബിൽ ബുക്കിലെ കോളങ്ങളുടെ ഉത്തരവാദിത്തം 1 മുതൽ 6 വരെയും 12, 13 ഡ്രോയിങ് ഓഫീസറാണ്. 7 to 11 ട്രഷറി ഓഫീസറുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ട്രഷറി ബിൽ ബുക്കിൽ 13 കോളം ഉള്ളത് മൊത്തം. അത് 1 മുതൽ 6 വരെയും 12ഉം 13ഉം കോളങ്ങൾ ഡ്രോയിങ് ഓഫീസറുടെ ഉത്തരവാദിത്വത്തിലും 7 മുതൽ 11 വരെ കോളങ്ങൾ ട്രഷറി ഓഫീസറുടെ ഉത്തരവാദിത്തത്തിൽ. എന്ന് പറഞ്ഞാൽ അവരാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടതെന്ന് അർത്ഥം. 1 മുതൽ 6 വരെയുള്ള കോളങ്ങളും 12, 13 കോളങ്ങളും ഫില്ല് ചെയ്യേണ്ടത് ഡ്രോയിങ് ഓഫീസർമാരാണ്. എന്നാൽ 7 മുതൽ 11 വരെയുള്ള കോളങ്ങൾ ഫില്ല് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ എഴുതേണ്ടതോ ഒപ്പിടുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്തം ട്രഷറി ഓഫീസർക്കുമാണ്. അടുത്ത ചോദ്യം, ഒരു സിവിൽ കോർട്ട് ഡിപ്പോസിറ്റ്
when a civil court deposit is to be refunded, the bank should require, ഒരു ബാങ്ക് സിവിൽ കോടതി ഡിപ്പോസിറ്റുകൾ തിരികെ കൊടുക്കുമ്പോൾ ബാങ്ക് തീർച്ചയായും എന്താവശ്യപ്പെടണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം റെലവന്റ് ക്വാർട്ടർ ഫോർ ദ റീഫണ്ട്. ഈ റീഫണ്ട് സിവിൽ കോർട്ട് ഡിപ്പോസിറ്റുകൾ തിരികെ കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത് സിവിൽ കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അത് തിരികെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ തിരികെ കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നമ്മൾ ചെന്നാൽ ബാങ്ക് എന്താ ആവശ്യപ്പെടും? റെലവന്റ് കോർട്ട് ഓർഡർ ഫോർ ദ റീഫണ്ട്, ആ തിരിച്ചു കൊടുക്കാനുള്ള കോടതിയുടെ ഉത്തരവ് ആവശ്യപ്പെടും. അടുത്ത ചോദ്യം, എ ട്രഷറി ഓഫീസർ ഈസ് കോമ്പിറ്റന്റ് ടു കറക്റ്റ് ദ അരിത്തമാറ്റിക്കൽ inaccuracy or obvious mistake in a bill presented to him as per rule. അതായത് ഒരു ട്രഷറി ഓഫീസർക്ക് ഒരു ബില്ല് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മേലെയുള്ള ചെറിയ അരിത്തമാറ്റിക് എററുകളോ തെറ്റുകളോ തിരുത്തിയിട്ട് പേയ്മെന്റ് നടത്താവുന്നതാണ്. ബില്ല് മടക്കേണ്ട ആവശ്യമില്ല, അയാൾക്ക് തന്നെ തിരുത്തിയിട്ട് ചെയ്യാവുന്നതാണ്. അത് പറയുന്ന റൂൾ ഏതാണ്? അത് റൂള് 210 2D KTC വോളിയം 1. 210 സെക്കൻഡ് റൂളില് ഡി ആണ്. അടുത്ത ചോദ്യം, ദ ട്രഷറി ഓഫീസർ ഷാൽ നോട്ട് പാസ് ദ കണ്ടിൻജന്റ് ബില്ല്. കണ്ടിൻജന്റ് ബില്ല് ട്രഷറി ഓഫീസർ പാസ്സാക്കാൻ പാടില്ല. ഏതൊക്കെ കണ്ടീഷനിലാണ് അത്? ഒന്നുകിൽ 3 മാസത്തിന് ശേഷമാണ് സമർപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിന് ശേഷമാണ് സമർപ്പിക്കുന്നത്. ഏതാണോ ആദ്യം വരുന്നത്, ആഫ്റ്റർ 3 months or after the financial year whichever comes earlier. ഏതാണോ ആദ്യം വരുന്നത് അങ്ങനെയാണ് ഒരു കണ്ടീഷനിലാണ് ഒരു ട്രഷറി ഓഫീസർ ഒരു കണ്ടിൻജന്റ് ബില്ല് പാസ്സാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എനി ബിൽ റിലേറ്റിംഗ് ടു സ്കോളർഷിപ്സ് ഓർ സ്റ്റൈപ്പൻഡ് മേ ബി പാസ്ഡ് ബൈ ദ ട്രഷറി ഓഫീസർ. അപ്പോ സ്കോളർഷിപ്പും സ്റ്റൈപ്പൻഡുമായിട്ട് ബന്ധപ്പെട്ട ബില്ലുകൾ ട്രഷറി ഓഫീസർ പാസ്സാക്കണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഉത്തരം ഓൺലി ഓൺ റെസിപ്റ്റ് ഓഫ് സാങ്ഷൻ ഓർഡർ ഫ്രം ദി സാങ്ഷനിങ് അതോറിറ്റി. സ്കോളർഷിപ്പോ സ്റ്റൈപ്പൻഡോ സാങ്ഷൻ ചെയ്യാൻ അധികാരമുള്ള അധികാരിയുടെ ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ ട്രഷറി ഓഫീസർ അത് പാസ്സാക്കാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം, ദ പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് ഓതറൈസേഷൻ ഇഷ്യൂഡ് ബൈ അക്കൗണ്ടന്റ് ജനറൽ. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അംഗീകാരം. അപ്പോൾ ഈ പീരീഡ്, ഈ അക്കൗണ്ടന്റ് ജനറലിന്റെ ഒരു പേയ്മെന്റിലുള്ള അംഗീകാരത്തിന്റെ വാലിഡിറ്റി എത്ര കാലത്തേക്ക് അതിന് പ്രാബല്യം ഉണ്ടായിരിക്കുമെന്നാണ്. ഓതറൈസേഷൻ പീരീഡ് എന്ന് പറയുന്നത് 3 മാസമാണ്. 3 മാസത്തേക്കാണ് അത് പ്രാബല്യമുള്ളത്. അടുത്ത ചോദ്യം, എ ബിൽ പ്രസന്റഡ് അറ്റ് എ ട്രഷറി ബൈ എ ഡ്രോയിങ് ഓഫീസർ വാസ് ഒബ്ജക്റ്റഡ് ആൻഡ് റിട്ടേൺഡ്. It was presented again after rectification without a fresh entry in the treasury bill book. Is this in order? അതായത് ഒരു ബിൽ ബുക്കിൽ രേഖപ്പെടുത്തി ഒരു ബില്ല് പ്രസന്റ് ചെയ്തു ട്രഷറിയിൽ. ബില്ല് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ബില്ലിൽ കുറച്ച് തകരാറുകൾ കണ്ടു. ട്രഷറി ഓഫീസർ ആ ബില്ല് ഒബ്ജക്റ്റ് ചെയ്തു. അതിനുശേഷം അത് ഡ്രോയിങ് ഓഫീസർക്ക് തിരിച്ചു കൊടുത്തു ബില്ല്. ഡ്രോയിങ് ഓഫീസർ എന്ത് ചെയ്തു? ആ ബില്ലിൽ കണ്ട തെറ്റുകൾ, ഈ ട്രഷറി ഓഫീസർ ചൂണ്ടിക്കാണിച്ച തെറ്റുകളൊക്കെ റെക്ടിഫൈ ചെയ്തു. വീണ്ടും ബിൽ ബുക്കിൽ പുതിയ കോളത്തിൽ എൻട്രി ചെയ്യാതെ കൊടുത്തു എന്നാണ്. ഇത് ശരിയാണോ എന്നാണ്? ശരിയല്ല. അങ്ങനെ ഒരു ബില്ല് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്ത ബില്ലുകൾ അത് റെക്ടിഫൈ ചെയ്ത് അതിലെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് റെക്ടിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ബിൽ ബുക്കിലെ ഒരു പുതിയ കോളത്തിൽ പുതിയ എൻട്രി നടത്തി അത് റീസബ്മിറ്റ് ചെയ്യണം. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് ദ ഓർഡർ ഓഫ് എ കോർട്ട് അറ്റാച്ച്മെന്റ് അഗെയിൻസ്റ്റ് എ സെൽഫ് ഡ്രോയിങ് ഓഫീസർ ഈസ് റിസീവ്ഡ് ബിഫോർ എ പ്രീവിയസ് അറ്റാച്ച്മെന്റ് വാസ് നോട്ട് ബീൻ ഫുള്ളി കംപ്ലീറ്റഡ് വിത്ത്. അപ്പോ രണ്ടാമത്തെ ഒരു അറ്റാച്ച്മെന്റ് വന്നാൽ എന്ത് ചെയ്യുന്നതാണ്? ദ ട്രഷറി ഓഫീസർ മേ ഡു ദി സെക്കൻഡ് റിക്കവറി if 2 recoveries are within the maximum limit. 2 റിക്കവറിയും ട്രഷറി ഓഫീസർക്ക് ചെയ്യാം. എങ്ങനെയെങ്കിൽ ആ മാക്സിമം ലിമിറ്റിന് അകത്ത് മാത്രമേ ഈ റിക്കവറി ഉള്ളൂ എങ്കിൽ. ഇപ്പൊ അയാൾക്ക്
40% റിക്കവറിയെ നടത്താൻ പാടുള്ളൂ എങ്കിൽ 2 അറ്റാച്ച്മെന്റിലും കൂടി 40%-നകത്താൻ നിൽക്കുന്നതെങ്കിൽ ആ 2 അറ്റാച്ച്മെന്റും കൂടി ഒരുമിച്ച് ട്രഷറി ഓഫീസർക്ക് റിക്കവർ ചെയ്യാം ശമ്പളത്തിൽ നിന്ന്, എന്നിട്ട് കോടതിയിൽ അടയ്ക്കാം. പരിധി വിട്ടാൽ മാത്രമാണ് പ്രശ്നം. അടുത്ത ചോദ്യം, ആസ് പെർ ഡാഷ് എ ട്രഷറി ഓഫീസർ ഈസ് കോമ്പിറ്റന്റ് ടു ഡിഡക്ട് ഫ്രം ദി സാലറി ബിൽ ഓഫ് എ ഗസറ്റഡ് ഓഫീസർ എനി എമൗണ്ട് അറ്റാച്ച്ഡ് ബൈ എ പ്രോഹിബിറ്ററി ഓർഡർ ഓഫ് എ കോർട്ട് ഓഫ് ലോ. കോടതി പറഞ്ഞിരിക്കുന്ന ഏത് തുകയും ഒരു ഗസറ്റഡ് ഓഫീസറുടെ ശമ്പളത്തിൽ നിന്ന് ട്രഷറി ഓഫീസർക്ക് ഡിഡക്റ്റ് ചെയ്യാം എന്ന് പറയുന്ന KTCയിലെ റൂൾ ഏതാണ്? ഉത്തരം റൂൾ 211A, KTC വോളിയം 1. അടുത്ത ചോദ്യം, ദ പ്രൊസീജിയർ ടു ബി ഫോളോവ്ഡ് ബൈ ദ ട്രഷറി ഓഫീസർ ഫോർ റെമിറ്റിംഗ് ദ എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം എ ബിൽ ഈസ് ഗിവൺ ഇൻ. ഒരു ട്രഷറി ഓഫീസർ ഒരു ശമ്പളത്തിൽ നിന്ന് റിക്കവർ ചെയ്ത എമൗണ്ട് അത് റെമിറ്റ് ചെയ്യുന്ന നടപടിക്രമങ്ങൾ വിശദീകരിച്ചിരിക്കുന്ന റൂൾ ഏതാണ്? മനസ്സിലായല്ലോ. അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നും റിക്കവറി നടത്തണം. അങ്ങനെ റിക്കവറി നടത്തണമെങ്കിൽ അതിനൊരു നടപടിക്രമം ഉണ്ടാവും. ഇന്നയാളുടെ ശമ്പളത്തിൽ നിന്ന് ഇത്ര നടത്തണം, എത്ര ശതമാനം വരെ നടത്താം, അത് റിക്കവർ ചെയ്തിട്ട് അത് അടയ്ക്കേണ്ടത് എവിടെയാണ്, അത് റെമിറ്റ് ചെയ്യുന്ന രീതിയൊക്കെ വിശദമാക്കിക്കൊണ്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ റൂൾ ഉണ്ട്. ആ റൂളാണ് ചോദിച്ചിരിക്കുന്നത്. റൂൾ 211 KTC വോളിയം 1. അടുത്ത ചോദ്യം, ഡ്യൂസ് ഔട്ട്സ്റ്റാൻഡിംഗ് അഗെയിൻസ്റ്റ് എ റിട്ടയർഡ് ഓഫീസർ ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഒരു റിട്ടയർഡ് ഓഫീസറിന്റെ ഡ്യൂസ് എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കൊടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഏതിൽ നിന്നാണ് ആദ്യം ചെയ്യേണ്ടത്? ലാസ്റ്റ് സാലറിയിൽ നിന്നാണ്. അത് പല ഉത്തരവ് ഇതിനകത്ത് തന്നിട്ടുണ്ടാവും. ഡ്യൂസ് ഔട്ട്സ്റ്റാൻഡിംഗ് അഗെയിൻസ്റ്റ് റിട്ടയർഡ് ഓഫീസർ ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഉത്തരം അഗെയിൻസ്റ്റ് ദ ലാസ്റ്റ് സാലറി ഡ്യൂ. അപ്പോൾ DCRG തന്നിട്ടുണ്ടാവും, പെൻഷൻ തന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ലാസ്റ്റ് സാലറിയിൽ നിന്നാണ് ഈ ഡ്യൂസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അവിടെ അത് കൊണ്ട് മതിയായില്ലെങ്കിൽ എന്തിലേക്ക് പോവാം? DCRGയിലേക്ക് പോവാം. അവിടെയും കൂടി മതിയായില്ലെങ്കിൽ എന്ത് ചെയ്യാം? പെൻഷനിലേക്ക് പോവാം. അങ്ങനെയാണ് ഇതിന്റെ ക്രമം. അപ്പൊ ഫസ്റ്റിൽ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ഒരു ഉത്തരം എന്താ? ലാസ്റ്റ് അഗെയിൻസ്റ്റ് ദ ലാസ്റ്റ് സാലറി എന്ന് തന്നെയാണ് ഉത്തരം പറയേണ്ടത്. അടുത്ത ചോദ്യം, എ ട്രഷറി ഓഫീസർ ഷുഡ് ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി before making payment of the last pay of a gazetted officer. Treasury officer should obtain a certificate from the ആരിൽ നിന്ന്? ഒരു ഗസറ്റഡ് ഓഫീസറുടെ അവസാന ശമ്പളം കൊടുക്കുമ്പോൾ എന്ത് വേണമെന്നാ ചോദിക്കുന്നത്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ട്രഷറി ഓഫീസർ വാങ്ങണമെന്നാണ്. പക്ഷെ അതൊന്നും ഇപ്പോ ഇല്ല. ഇത് നേരത്തെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ അരിയർ ഓഫ് സാലറി ഡ്യൂ ടു എ റിട്ടയർഡ് നോൺ ഗസറ്റഡ് ഓഫീസർ ഈസ് ഡ്രോൺ ബൈ. ശമ്പളത്തിൽ നിന്ന് ഒരു റിട്ടയർഡ് നോൺ ഗസറ്റഡ് ഓഫീസറിന്റെ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അരിയർ സാലറി ആരാണ് കൊടുക്കുന്നത്? അത് ഹെഡ് ഓഫ് ഓഫീസർ, ലാസ്റ്റിൽ അറ്റൻഡ് ചെയ്ത ഹെഡ് ഓഫ് ഓഫീസാണ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ബൈ ദ ട്രഷറി ഓഫീസർ ദ പേയ്മെന്റ് ഓഫ് ലാപ്സ്ഡ് ക്യാഷ് ഓർഡർ ക്യാൻ ബി മെയ്ഡ്. ലാപ്സ്ഡ് ക്യാഷ് ഓർഡറിന്റെ പേയ്മെന്റ് ആരാ കൊടുക്കുന്നത്? ബൈ ദ ട്രഷറി ഓഫീസർ ആസ് റെസീപ്റ്റ് ഓഫ് ദി ലാപ്സ്ഡ് ക്യാഷ് ഓർഡർ. ആ ലാപ്സായ ക്യാഷ് ഓർഡർ കിട്ടുന്ന സമയത്ത് ട്രഷറി ഓഫീസറാണ് അതിന്റെ പേയ്മെന്റ് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ക്യാഷ് ഓർഡേഴ്സ് ആർ ടു ബി ഇഷ്യൂഡ് ഇൻ ഫോം. ക്യാഷ് ഓർഡറിന്റെ ഫോം ഏതാണ്? ഫോം TR 87. TR 87. അടുത്ത ചോദ്യം, ദ ക്യാഷ് ഓർഡർ ഷാൽ ലാപ്സ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് കാഷ്ഡ് വിത്തിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രോവൽ. അതായത് 3 മാസമാണ് ക്യാഷ് ഓർഡറിന്റെ ഒക്കെ ഡേറ്റ് ആയിട്ട് പറയുന്നത്. The arrears of pay and allowance of a deceased government servant on receipt of claims of legal heirs with relevant documents.
ഒരു മരണപ്പെട്ടു പോയ ജീവനക്കാരന്റെ പേ ആൻഡ് അലവൻസിന്റെ കുടിശ്ശിക എങ്ങനെയാണ്? അത് അനന്തരാവകാശികൾക്ക് കൊടുക്കും. ആര് കൊടുക്കും? ഹെഡ് ഓഫ് ഓഫീസ് മേ ഡ്രോ ആൻഡ് പെയ്ഡ് ലീഗൽ ഹയേഴ്സ്. ലീഗൽ ഹയർഷിപ്പ് ഉള്ള, അതായത് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തികൾക്ക് ഈ ഹെഡ് ഓഫ് ഓഫീസ് ആ പണം വിഡ്രോ ചെയ്ത് വിതരണം ചെയ്യും. ഇനി അടുത്ത ചോദ്യം, പ്രൊസീജിയർ ഫോർ പേയ്മെന്റ് ഓഫ് ക്ലെയിംസ് ഓഫ് ഡിസീസ്ഡ് ഗവൺമെന്റ് സർവന്റ് ആർ ലേഡ് ഡൗൺ. ഒരു മരണപ്പെട്ടു പോയ ഗവൺമെന്റ് ജീവനക്കാരുടെ ക്ലെയിമുകൾ നടത്തേണ്ട, അവർക്ക് കിട്ടാനുള്ള തുകകൾ, ലാസ്റ്റ് പേ ആൻഡ് അലവൻസ്, അത്തരത്തിൽ അരിയർ സാലറി എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന റൂൾ ഏതാണ് എന്നാണ് ചോദ്യം. അത് റൂള് 212A KTC വോളിയം 1. 212A KTC വോളിയം 1. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഭാഗത്തുനിന്ന് ഉള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ 14ാമത്തെ എപ്പിസോഡ് ഉള്ള ഈ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.